എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഡിയോ സംഭാഷണം പുറത്ത്. എൻ.എം. വിജയന്റെ കുടുംബവുമായി നടത്തിയ ഓഡിയോ സംഭാഷണമാണ് പുറത്തുവന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആത്മഹത്യയുടെ ഉത്തരവാദിത്വം IC ബാലകൃഷ്ണനെന്നും ശബ്ദരേഖ. തിരുവഞ്ചൂരിന്റെ ശബ്ദരേഖ കൈരളി ന്യൂസിന്. ഒരു യോജിപ്പില്ലാത്ത ആളാണ്. ഇവരെല്ലാം കൂടെ കൂടി കഴിക്കാൻ വേണ്ടി എന്നെപ്പോലെ ഒരാളിനെ എന്നോട് വളരെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ചു. ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനവിടെ വന്നു. എന്നോട് സിദ്ദിഖ് പറയുന്നു, AP അനിൽകുമാറും ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാണ് 2-3 പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. വന്നിട്ടുണ്ടോ? ഇല്ല, അനിൽകുമാർ വന്നിട്ടില്ല. അനിൽകുമാർ ഒറ്റ പ്രാവശ്യമാണ് മറ്റേ MLM ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഈ കോൺഗ്രസിന് പൈസ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഈ അധ്വാനിക്കുന്ന പൈസ ഈ കോൺഗ്രസ് തിന്നതിന് പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതെന്താണ് ഇവർ കാണിക്കുന്നത്? ഇതൊരു മര്യാദയില്ലേ? എന്നിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയ സാധനം അവർ നമ്മളറിയാതെ കക്കു തന്നെയത്. ഒന്ന് വിളിച്ച് KPCC അവർ കൊണ്ടുപോയിട്ട് അവർ പഠിച്ചോട്ടെ. അത് കീറി മുറിച്ച് പഠിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ട്, അവർ പഠിക്കട്ടെ. എന്നാലും ജസ്റ്റ് ഒരു സാമാന്യ മര്യാദ അല്ലേ? നിങ്ങളെന്താ ഒരു ഫോട്ടോ കോപ്പി എടുക്കരുതെന്ന് സിദ്ദീഖ് പറഞ്ഞതുകൊണ്ട്? സിദ്ദീഖ് പറഞ്ഞ ഒരു കാര്യവും നടന്നിട്ടില്ല. പിന്നെ ഇത് മാത്രം എന്തിനാണ് നടത്താൻ ശ്രമിച്ചത്? അവരോടുള്ള കാര്യം പറയാം. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുകൂടി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ദേ ഷുഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. എന്തെങ്കിലും ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി. തുകയുടെ ഇതിനെ പറഞ്ഞ് അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. ഞാൻ ഈ തിരക്കിടെ പഠിക്കൊന്നും ഞാൻ പോകില്ല. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നടത്താവുന്ന ഒരു കാര്യമല്ലായിരുന്നു. നിന്നുകൊണ്ടല്ലേ ഇതിനെ ഈ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് അന്ന് നമ്മൾ നിൽക്കുന്ന പാർട്ടി തകരാതിരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മളൊക്കെ നമ്മൾ. പക്ഷെ അത് ഇനി തകരാൻ പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മരണത്തിനൊന്നൊരു വിലയില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേക്കും വിലയില്ലാത്ത അത് ലൈവിൽ ഞാൻ പറയുകയും ചെയ്തത്. മരിച്ചു കഴിഞ്ഞാൽ IC ബാലകൃഷ്ണനാണ് ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനത് ചെയ്യുകയും ചെയ്യും. അത് സാറിന് ഈ ഒരു അവസ്ഥയിൽ സാറൊന്ന് ഇരുന്ന് നോക്കണം. ജോഷില ചേരുകയാണ്. ജോഷില, പത്മജയും തിരുവഞ്ചൂരും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവരുടെ അവസ്ഥ വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്. ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ആ പൈസ പക്ഷേ കോൺഗ്രസ്സുകാർ വാങ്ങിയ പണത്തിന് പലിശ നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ ആത്മഹത്യയുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി IC ബാലകൃഷ്ണനായിരിക്കും എന്നും പറയുന്നുണ്ട്. തിരുവഞ്ചൂരും ഇതിന് മറുപടിയായിട്ട് സണ്ണി ജോസഫിനെ കൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുകയാണ്. ജോഷില്ല, ഷമി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പോരാട്ടത്തിൽ തന്നെയാണ് എൻ.എം. വിജയന്റെ കുടുംബം ഇപ്പോഴുള്ളത്. കാരണം 2.5 കോടിയിലധികം രൂപ കടബാധ്യത എൻ.എം. വിജയന് വന്നു ചേർന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ചതുകൊണ്ടാണ്. അവരുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ 2.5 കോടിയിലധികം രൂപ ഈ കടബാധ്യതയായി കുടുംബത്തിന് വന്നു ചേർന്നത് എന്നുള്ളത് ആ കുടുംബത്തിന് വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കും വ്യക്തമാണ് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇവരുടെ എൻ.എം. വിജയന്റെ അടക്കം പരാതി അന്വേഷിക്കാൻ തിരുവഞ്ചൂർ അടങ്ങുന്ന സംഘത്തെയാണ് ഏർപ്പാടാക്കിയത് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നു. എന്നാൽ അത് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവഞ്ചൂരിന് പോലും ഈ എൻ.എം. വിജയന്റെ കടബാധ്യത എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഇവരുടെ കുടുംബം പറയുന്ന എല്ലാ കാര്യവും സത്യമാണ് എന്ന് ബോധ്യമുണ്ട് എന്നാണ് തിരുവഞ്ചൂർ അക്കാര്യത്തിൽ ഈ ശബ്ദരേഖയിൽ പറയുന്നത്. എന്നാൽ പാർട്ടി നേതൃത്വത്തെ വിശ്വസിക്കാനാവില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവരായിരിക്കണം കോൺഗ്രസ് നേതാക്കൾ എന്നാണ് തിരുവഞ്ചൂർ ഈ സംഭാഷണത്തിൽ പറയുന്നത്. പക്ഷേ പാർട്ടി തകരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. സണ്ണി ജോസഫിനോട് ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യവും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖ് ഒരു കാര്യവും നടത്താത്ത ആളാണ് സിദ്ദിഖ് എന്നുള്ള കാര്യവും പത്മജിയോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ തന്നെ എൻ.എം. വിജയന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിലും അതുപോലെ തന്നെ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് നേതാക്കൾക്ക്
നേതാക്കന്മാർക്കിടയിൽ തന്നെ രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ പത്മജ പുറത്തേക്ക് വിട്ട ഈ ശബ്ദരേഖയിൽ പറയുന്നത്. തിരുവഞ്ചൂരിന് കടുത്ത എതിർപ്പാണ് ഈ അഴിമതിയിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സിദ്ദിഖിന്റെയും അതുപോലെ തന്നെ AP അനിൽകുമാർ അവിടെ പോകാൻ വേണ്ടി AP അനിൽകുമാറിനോട് താൻ പറഞ്ഞു. 2 or 3 തവണ AP അനിൽകുമാർ അവിടെ വന്നിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് പത്മജ പറയുന്ന ഉത്തരമുണ്ട്. AP അനിൽകുമാർ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. MLA ഓഫീസിൽ വരാനാണ് ആദ്യം പറഞ്ഞത്. അവിടെ അത് കഴിഞ്ഞ് പിന്നീട് കാണുന്നത് DCC ഓഫീസിലെ പ്രശ്നങ്ങൾക്കിടയിലാണ്. അപ്പോഴൊക്കെ തന്നെ IC ബാലകൃഷ്ണനെ കുറിച്ച് IC ബാലകൃഷ്ണനെ ത്രെട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് തന്നോട് പറഞ്ഞത്. തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് AP അനിൽകുമാർ സംസാരിച്ചത്. IC ബാലകൃഷ്ണനെതിരെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ആകെ കൂടി ഒരു തവണ മാത്രമേ IC ബാലകൃഷ്ണന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ അനുവദിക്കാത്ത ഒരു സമയത്താണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ കടക്കെണിക്ക് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആയിരിക്കുമെന്നും എൻ്റെ ജീവൻ പോയാലെങ്കിലും നിങ്ങളത് തിരിച്ചറിയുമല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്തതിന് ശേഷമെങ്കിലും പരിഹാരം കാണണം, എൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആയിരിക്കുമെന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വന്നത് അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലും കാണാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാണെന്ന് പത്മജ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറയുന്ന ഓഡിയോ സംഭാഷണം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്.